പടക്ക നിർമ്മാണ മേഖല ആധുനികരിക്കേണ്ടത് അനിവാര്യം. 2026 മെയ് 3-10 ലക്കം കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച VR അജിത് കുമാറിൻ്റെ ലേഖനം 2ാം ഭാഗം. നിർമ്മാണ മേഖലയിലെ ആധുനികവൽക്കരണം. പടക്ക നിർമ്മാണ മേഖലയിൽ ലോകത്തൊട്ടാകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആധുനികവൽക്കരണത്തിലേക്ക് നമ്മളും മാറേണ്ട കാലം കഴിഞ്ഞു. ഈ മേഖലയെ ഗൗരവത്തോടെ സമീപിക്കുകയും ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്യാൻ ശാസ്ത്രജ്ഞരും മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇന്ത്യയിലെ പടക്ക നിർമ്മാണ മേഖല മനുഷ്യാധ്വാനത്തിൽ അധിഷ്ഠിതമായി നിൽക്കുമ്പോൾ ചൈനയിലെ ശിവകാശിയായ ലിയു യാങ്ങും യൂറോപ്പിലെ പടക്ക നിർമ്മാണ കേന്ദ്രങ്ങളും ഓട്ടോമേഷനിലേക്കും ഗ്രീൻ കെമിസ്ട്രിയിലേക്കും വൻതോതിൽ മാറിയിട്ടുണ്ട് എന്ന് കാണാം. ലോകത്തിലെ പടക്കങ്ങളുടെ 70% നിർമ്മിക്കുന്ന ലിയു യാങ് ആണ് ആധുനികതയ്ക്ക് മുൻകൈയെടുക്കുന്നത്. ഇവിടെ ആയിരക്കണക്കായ സുരക്ഷിതമല്ലാത്ത ചെറു സ്ഥാപനങ്ങളെ ഒന്നുചേർത്ത് റെഗുലേറ്റഡ് ഇൻഡസ്ട്രിയൽ പാർക്കുകളാക്കുകയായിരുന്നു. ഇത് കേന്ദ്രീകൃത സുരക്ഷാ മേൽനോട്ടത്തിനും ഓട്ടോമേഷൻ്റെ ഉയർന്ന ചിലവ് പങ്കിടലിനും അവസരമൊരുക്കി. ഡിജിറ്റൽ ട്രാക്കിങ്ങിലൂടെയാണ് ലൈസൻസ് ഇല്ലാത്തതും നിയമവിരുദ്ധവുമായ രാസവസ്തു ഉപയോഗം നിയന്ത്രിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ ഓരോ ബാച്ചും വെയർഹൗസിൽ നിന്ന് പുറത്തെടുക്കുന്ന ഘട്ടം മുതൽ പൂർത്തിയായ ഉൽപ്പന്നത്തിലേക്ക് എത്തും വരെയുള്ള എല്ലാ സ്റ്റേജിലും ഡിജിറ്റൽ ട്രാക്കിംഗ് ഉണ്ടാകും. പരമ്പരാഗതമായി ഇന്ത്യയിൽ തുടർന്നു വരുന്ന താത്കാലിക ഷെഡുകളിലും വയലുകളിലുമൊക്കെ വെച്ച് പടക്കമുണ്ടാക്കുന്ന രീതി യൂറോപ്പിലും ചൈനയിലുമൊക്കെ എന്നേ മാറിക്കഴിഞ്ഞു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. വ്യാവസായിക അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി പ്രത്യേക സോണുകളിലാണ് പടക്ക നിർമ്മാണം നടക്കുന്നത്. ഇവിടെ കെട്ടിട നിർമ്മാണവും സ്ഫോടനത്തെ പ്രതിരോധിക്കുന്ന രീതിയിലാണ്. ആധുനിക സൗകര്യങ്ങൾ ഒരുക്കി ഉറപ്പുള്ള കോൺക്രീറ്റ് ഭിത്തികൾ തീർത്ത് ബ്ലോ ഔട്ട് മേൽക്കൂര ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തുക. ഒരു സ്ഫോടനമുണ്ടായാൽ ആ ഇടത്തിന് അപ്പുറത്തേക്ക് അത് വ്യാപിച്ച് മറ്റു തൊഴിലാളികൾക്കോ കെട്ടിടങ്ങൾക്കോ അപകടമുണ്ടാക്കാത്ത രീതിയിൽ മേൽക്കൂര തെറിച്ചു പോകും എന്നതാണ് സവിശേഷത. ഇനി രാസരംഗത്തെ ഗവേഷണങ്ങൾ പരിശോധിക്കാം. വെടിക്കെട്ടും പടക്കങ്ങളുമായി ബന്ധപ്പെട്ട ശാസ്ത്ര മേഖലയാണ് പൈറോടെക്നിക്സ്. ചൂടും വെളിച്ചവും പുകയും ശബ്ദവും ഒന്നു ചേരുന്ന കലയും ശാസ്ത്രവുമാണ് വെടിക്കെട്ടിലെ രാസപ്രവർത്തനം. മനുഷ്യരെ വളരെയേറെ സ്വാധീനിക്കുന്ന കാഴ്ചയുടെയും കേൾവിയുടെയും വിസ്മയമാണ് വെടിക്കെട്ട്. ആകാശത്തേക്ക് ഉയരുന്ന ഷെല്ലുകളും സ്പാർക്കലറുകളും റോക്കറ്റുകളും തറയിൽ ജ്വാലകളുണ്ടാക്കുന്ന സേഫ്റ്റി മാച്ചുകളും സിഗ്നൽ ജ്വാലകളും സ്ഫോടനാത്മക ഇഫക്റ്റുള്ള അമിട്ടുകളുമെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ശരിക്കും പൈറോടെക്നിക്കിൽ ഇനോർഗാനിക് കെമിസ്ട്രിയും മെറ്റീരിയൽ സയൻസും കമ്പസ്റ്റൻ സയൻസുമാണ് ഉൾച്ചേരുന്നത്. രസതന്ത്രവും കലയും ഒന്നിക്കുന്ന ഈ രംഗത്തും കുഴപ്പക്കാരും നല്ലവരുമുണ്ട്. നിരന്തര ഗവേഷണത്തിലൂടെയാണ് കുഴപ്പക്കാരെ ഒഴിവാക്കി പരമാവധി അപകടരഹിതമായ രാസവസ്തുക്കളെയും യന്ത്രങ്ങളെയും കണ്ടെത്തുന്നത്. ഇന്ത്യയിൽ CSIR, IIT തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ശ്രദ്ധ പൈറോടെക്നിക് മേഖലയിലേക്ക് എത്തിയിട്ടില്ല എന്നത് വലിയ പോരായ്മയാണ്. പടക്ക മേഖലയിൽ രാസവസ്തുക്കളുടെ തിരഞ്ഞെടുപ്പ് അതിപ്രധാനമാണ്. പൊട്ടാസ്യം ക്ലോറേറ്റ് പോലുള്ള അസ്ഥിര രാസവസ്തുക്കളിൽ നിന്നും അന്താരാഷ്ട്ര നിർമ്മാണ കേന്ദ്രങ്ങൾ മാറി നിൽക്കുന്നു. അതിന് പകരമായി ഘർഷണത്തിലും ആഘാതത്തിലും കുറഞ്ഞ സംവേദനക്ഷമതയുള്ളതും കൂടുതൽ സ്ഥിരതയുള്ളതുമായ ഓക്സിഡൈസറുകളാണ് അവർ ഉപയോഗിക്കുന്നത്. 1992 തന്നെ പൊട്ടാസ്യം ക്ലോറേറ്റ് പടക്കങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇന്ത്യയിൽ നിയന്ത്രണമുണ്ടെങ്കിലും ഇത് ഇപ്പോഴും ഉപയോഗത്തിലുണ്ട് എന്നതാണ് സത്യം. സാധാരണ വെടിമരുന്നിലെ മിശ്രിതം 75% പൊട്ടാസ്യം നൈട്രേറ്റും 15% ചാർക്കോളും
10% സൾഫേറ്റുമാണെങ്കിലും പടക്കം പൊട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദവും വെളിച്ചവും അമിതമായി കൂട്ടുന്നതിന് ഇതിലിപ്പോഴും പൊട്ടാസ്യം ക്ലോറേറ്റ് കലർത്തുന്നുണ്ട്. നമ്മുടെ സംവിധാനങ്ങൾ നിയമം വിട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൂട്ടായി നിൽക്കുന്നതിനാൽ ഇതൊന്നും കണ്ടുപിടിക്കാൻ അധികാരികൾ മെനക്കെടാറില്ല എന്ന് മാത്രം. ചൈനയിൽ സമീപകാലത്തുണ്ടായ കണ്ടുപിടുത്തങ്ങൾ ഹരിത സംവിധാനങ്ങൾക്ക് പ്രേരണയാകുന്നുണ്ട്. സസ്യനാരുകളും പ്രത്യേക ഉത്തേജനങ്ങളും പടക്കമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഇവ ജ്വലനത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങളെ 80% കണ്ട് കുറയ്ക്കുന്നു. മാത്രമല്ല, കടുത്ത ചൂട് പോലുള്ള പാരിസ്ഥിതിക ഘടകങ്ങളിൽ നിന്നും ആകസ്മികമായി ഉണ്ടാകുന്ന ജ്വലന സാധ്യതയും പരിമിതപ്പെടുത്തുന്നു. ഹൈടെക് പൗഡറിലേക്കുള്ള മാറ്റത്തിലൂടെ കേടായ ഷെല്ലുകൾ തറയിൽ വച്ച് അപ്രതീക്ഷിതമായി പൊട്ടുന്നതും അതുവഴി പൊള്ളലുണ്ടാകുന്നതും പരമാവധി കുറയ്ക്കുന്നു. പരമ്പരാഗത രീതിയിൽ നിന്നും ആധുനിക മെഷീനുകളിലേക്ക് മാറുക എന്നതും പരമപ്രധാനമാണ്. പടക്ക നിർമ്മാണത്തിലെ ഏറ്റവും അപകടകരമായ ഘട്ടം രാസവസ്തുക്കളെ കൂട്ടിക്കലർത്തി യോജിപ്പിക്കുന്നതാണ്. ഘർഷണം, ചൂട് അല്ലെങ്കിൽ ഒരു തീപ്പൊരി എന്നിവ ചെയിൻ റിയാക്ഷന് കാരണമാകും. ഇന്ത്യയിൽ മനുഷ്യർ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ആധുനിക ഫാക്ടറികളിൽ മെക്കാനിക്കൽ സ്റ്റിററുകളും ഫീഡറുകളുമാണ് ഉപയോഗിക്കുന്നത്. രാസവസ്തുക്കളെ കൃത്യമായ അളവിൽ തൂക്കിയെടുക്കുന്നതും മിശ്രിതമാക്കുന്നതും യന്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു തീപിടുത്തം സംഭവിച്ചാലും യന്ത്രത്തിന് അപകടമുണ്ടാകും എന്നല്ലാതെ മനുഷ്യജീവൻ നഷ്ടമാകില്ല. നൂതന ഉത്പാദക മേഖല ഷെല്ലുകളിൽ കൃത്യതയാർന്ന വിധം വെടിമരുന്ന് നിറയ്ക്കുന്നതിൽ സ്റ്റെപ്പർ മോട്ടോറുകളാണ് ഉപയോഗിക്കുന്നത്. നിർമ്മിത ബുദ്ധിയാൽ നിയന്ത്രിതമായ മോണിറ്ററിംഗ് സംവിധാനം താപനിലയിലെ നേരിയ വർധനവും മെക്കാനിക്കൽ കർഷണവും വരെ കണ്ടെത്തുകയും ഒരു സ്ഫോടനം സംഭവിക്കും മുന്നേ ലൈൻ ഷട്ട് ഡൗൺ ചെയ്യുകയും ചെയ്യുന്നു. പലപ്പോഴും തീപ്പൊരിക്ക് കാരണമാകുന്നത് സ്റ്റാറ്റിക് വൈദ്യുതിയാണ്. ഇതൊഴിവാക്കാൻ ആധുനിക യന്ത്രങ്ങളിൽ സ്ഫോടക വസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്ന എല്ലാ ഭാഗങ്ങൾക്കും പ്രത്യേകതരം എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. പടക്കങ്ങളുടെ ടെസ്റ്റിംഗ് നടത്തുമ്പോഴും പൊതുസ്ഥലത്ത് ഡിസ്പ്ലേ നടത്തുമ്പോഴും മാനുവലായി തിരി കത്തിക്കുന്നതിന് പകരം ഡിജിറ്റൽ ഫയറിംഗ് സംവിധാനം ഉപയോഗിക്കുന്നു. ഈ സംവിധാനം വഴി ടെക്നീഷ്യന്മാർക്ക് 100 കണക്കിന് മീറ്റർ അകലെ നിന്ന് എൻക്രിപ്റ്റ് ചെയ്ത റേഡിയോ ഫ്രീക്വൻസികളോ ഫൈബർ ഓപ്റ്റിക് കേബിളുകളോ ഉപയോഗിച്ച് വെടിക്കെട്ട് പ്രവർത്തിപ്പിക്കാനും കഴിയും. ഇതിനെല്ലാം അടിസ്ഥാനപരമായി വേണ്ടത് സാങ്കേതിക മികവാണ്. ഇനി പൈറോടെക്നിക്സ് കോഴ്സുകൾ പരിശോധിക്കാം. ഇന്ത്യയിൽ ഒരിടത്തും പൈറോടെക്നിക് കോഴ്സുകളില്ല. ശിവകാശിയിലെ സ്ഥാപനങ്ങളിൽ നിന്നും കണ്ടും കേട്ടുമാണ് പഠനം. കേരളത്തിൽ വെടിക്കെട്ട് ആശാന്മാർക്കൊപ്പം വർഷങ്ങളോളം നിന്നാണ് പഠനം നടത്തുന്നത്. വിദേശങ്ങളിലും ഒരു മുഴുനീള ബിരുദ കോഴ്സോ എഞ്ചിനീയറിംഗ് കോഴ്സോ നിലവിലില്ല. UK-യിലെ ക്രാൻഫീൽഡ് സർവകലാശാലയിൽ പൈറോടെക്നിക്സിൻ്റെ ഹ്രസ്വകാല കോഴ്സുണ്ട്. പൈറോടെക്നിക് ഉപകരണങ്ങളുടെ രൂപകൽപ്പന, ലാബ് നിർമ്മാണവും ഫയറിംഗ് ഡെമോൺസ്ട്രേഷനും വെടിക്കോപ്പുകളുടെ രാസപ്രവർത്തനവും കോഴ്സിൻ്റെ ഭാഗമാണ്. ഈ കോഴ്സ് എക്സ്പ്ലോസീവ് എഞ്ചിനീയറിംഗിൽ MSc ആയും കണക്കാക്കുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ പൈറോടെക്നിക് ഡിസൈൻ, ഗ്ലോബൽ സർട്ടിഫിക്കറ്റ് ഇൻ പൈറോടെക്നിക് എന്നിവയാണ് മറ്റ് കോഴ്സുകൾ. പടക്ക രൂപകൽപ്പനയും സുരക്ഷയും അപകട സാധ്യതാ മാനേജ്മെൻറ്റും ഡിസ്പ്ലേ ആസൂത്രണവും എക്സിക്യൂഷനും പടക്കങ്ങളുടെ ശാസ്ത്രവും നിറങ്ങളുടെയും ജ്വലനത്തിൻ്റെയും രസതന്ത്രവുമൊക്കെ ഈ കോഴ്സിൻ്റെ ഭാഗമാണ്. മിക്ക കോഴ്സുകളും ഓൺലൈൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണ്. ചൈനയിൽ പടക്ക നിർമ്മാണവും പഠനവും സർക്കാർ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. ലിയുയാങ്ങിൽ തൊഴിലാളികൾക്ക് നിരന്തര പരിശീലനം നൽകുന്നു. പടക്ക നിർമ്മാണത്തിലെ ആധുനികവൽക്കരണം, സുരക്ഷാ സംവിധാനം, കയറ്റുമതി മാനദണ്ഡങ്ങൾ എന്നിവ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. അവിടെ ഗവേഷണവും ടെസ്റ്റിങ്ങും നിരന്തര പ്രവർത്തനമാണ്. ഫയർ വർക്ക്സ് ടെസ്റ്റിംഗ്, പ്രോഡക്റ്റ് ക്ലാസിഫിക്കേഷൻ,
സേഫ്റ്റി സർട്ടിഫിക്കേഷൻ എന്നിവയും പ്രധാനമാണ്. ലേഖനത്തിൻ്റെ അവസാന ഭാഗമായ 3-ാം എപ്പിസോഡിൽ ഇന്ത്യയിൽ ഇനി എന്താണ് സംഭവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും അതിൻ്റെ നടപ്പാക്കൽ മാതൃകയെ സംബന്ധിച്ചും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. ജയ് ഹിന്ദ്.